ഞാൻ ഒരു ഇന്റർവ്യൂല് ഇൻസിഡന്റ് പറഞ്ഞിട്ടില്ല. അതായത് ഷൂട്ട് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കണ പടം രണ്ടും ഒന്ന് ഓസ്ലറും പിന്നെ രണ്ടാമത് ജക്കൂസിയാണ്. അപ്പൊ ഈ സെറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഷോട്ട് തുടങ്ങി പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം അവിടെ നിന്ന് ഒച്ച പൊങ്ങിയ അപ്പൊ തന്നെ ഇതാണ് കുറച്ചുകൂടി ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാര് ഭയങ്കര ഒച്ച. അപ്പൊ ഞാൻ അവിടെ നിന്ന് നേരെ വന്നത് ഡെർബിയിലേക്കാണ്. അപ്പൊ ഡെർബിയിലെ അതന്നെ. അപ്പൊ ഡെർബിയിലെ നമ്മളൊക്കെ തറപ്പുള്ളാര് ഞാൻ എനിക്കപ്പോ എല്ലാ സെറ്റും ഇങ്ങനെയായിരിക്കും. സയൻസ് കഴിഞ്ഞിട്ടോ ടേക്ക് എടുക്കുന്ന സമയത്ത് അപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് ഇവര് ബാക്കില് ഷർട്ട് ഇറങ്ങുന്ന ബാക്കില് ഇവര് രണ്ടുപേരും ഇവരും ഹരിയും കൂടി പുറകില് വേറെന്താ പറഞ്ഞിരിക്കുക. ഞാൻ ഇൻസിഡന്റ് ആദ്യമായിട്ട് പറഞ്ഞ പറഞ്ഞു തീർക്കട്ടെ. എന്നിട്ട് എന്താ അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ആഴ്ച എനിക്ക് രണ്ടാമത്തെ ആഴ്ച ഋഷിലേക്ക് പോയത് വേറെ രീതിക്ക്. എന്നിട്ട് ബാക്കിലും ചെയ്യാം തമാശ അത് വേണ്ട അതല്ല ഷോട്ട് എടുത്തോണ്ടിരിക്കുക. അതായത് നമ്മള് ഭയങ്കര എൻജോയ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പ്രകടനത്തിലാണെങ്കിലും ഭയങ്കര എൻജോയ് ചെയ്ത് വന്നത്. നമുക്ക് ഈ പറഞ്ഞ ഷോട്ട് എടുക്കുമ്പോൾ ഉള്ള സീരിയസ്നെസ് ഓക്കെയാണ്. പക്ഷെ അതിനുശേഷം കട്ടൊളിച്ച് പിന്നെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറെ ടൈം എടുക്കുമല്ലോ. നമ്മളോട് മോഹൻലാലിനെ പോലെയാണെന്ന് ക്യാരക്ടറിലേക്ക് ഇന്നായി പിന്നെ ഔട്ടായി കഴിഞ്ഞ് പോയി. അപ്പൊ അതിനുശേഷം പുള്ളിയുടെ ഫ്രെയിം വെച്ചു. അപ്പൊ നമ്മള് ഇല്ല. പക്ഷെ എന്നാ പോലും ഈ പറഞ്ഞ പോലെ ഞാൻ ആരെയും കൂടെ പയ്യെ സംസാരിച്ചോണ്ടിരിക്കുക. ശിവ തൊട്ട് ഫ്രണ്ട് ഇവന് ചെവി വിടാതെ ഞാൻ അറിയുന്നില്ല. അപ്പൊ ഇതിന്റെ ഇത് കാരണം ഇവന് തെറ്റി, രണ്ടാമത് തെറ്റി, മൂന്നാമത് ആയപ്പോഴത്തേക്ക് ഇയാള് വന്നിട്ട് മമ്മൂട്ടി അടിച്ചിട്ട് ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇയാള് വിചാരിച്ചു നമ്മളിത് കേൾക്കുമ്പോഴത്തേക്കും ഇരുന്നിട്ട് ഒരാഴ്ച മൊത്തം ഇവരായിരുന്നു. ഞാൻ തന്നെയല്ലേ പറഞ്ഞത് സത്യം. ഒരാഴ്ച ഫുള്ള് നമ്മളിങ്ങനെ അമീന്റെ അടുത്ത് തമാശക്ക് ഞാനൊരു സാഹചര്യം നോക്കി ഇതൊന്നും ഊരണമല്ലോ. കാരണം എനിക്ക് ഒരു സഭയിലും ഉണ്ടാവില്ല ഉമ്മാരിലും ഞാൻ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കുമ്പോൾ നമ്മളെല്ലാം ഊക്കുമ്പോൾ നമ്മള് മിണ്ടാതിരിക്കും ഏറ്റവും നല്ല. അല്ലെങ്കിലും നിർത്തിക്കോളും.